വചനം 54. വാക്കർത്ഥം. വഹുവല്ലദീ, അവൻ തന്നെയാണ്, യാതൊരുവൻ, ഖലഖ, അവൻ സൃഷ്ടിച്ചു, മിനൽ മാഇ, ജലത്തിൽ നിന്ന്, ജലത്താൽ, ബശറൻ, മനുഷ്യനെ, ഫജഅലഹു, എന്നിട്ട് അവനെ ആക്കി, നസബൻ, വംശബന്ധം, കുലബന്ധം, വസിഹ്റൻ, വൈവാഹിക ബന്ധവും, വകാന, ആകുന്നു, റബ്ബുക, നിന്റെ രക്ഷിതാവ്, ഖദീറൻ, കഴിവുള്ളവൻ അഥവാ സർവശക്തൻ. وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا. അവൻ തന്നെയാണ് മനുഷ്യനെ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ച് അവനെ വംശബന്ധവും വൈവാഹിക ബന്ധവും ഉള്ളവനാക്കിയിരിക്കുന്നവനും നിന്റെ രക്ഷിതാവ് എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. 54-ാം വചനത്തിൻ്റെ വിശദീകരണം. ജലവംശത്തിൽപ്പെട്ട ഒരു പ്രത്യേക ഇനമാകുന്ന മനുഷ്യബീജത്തെയാണ് ഇവിടെ ജലം, അൽ മാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീ, വെള്ളം, മണ്ണ്, വായു, ജീവൻ എന്നീ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ വെള്ളമാണ് ഉദ്ദേശമെന്നും വരാവുന്നതാണ്. മനുഷ്യർ തമ്മിൽ സ്ഥിരബന്ധം ഉണ്ടായിത്തീരുന്നത് രണ്ടു വിധത്തിലാണ്. ഒന്ന് കുലത്തിൻ്റെയും വംശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ. ഒരാളുടെ പിതൃപരമ്പരയും ഗോത്രപ്പേരും കണക്കാക്കുന്നത് ഈ ബന്ധത്തെ ആസ്പദമാക്കിയാണ്. മറ്റൊന്ന് വിവാഹത്താൽ ഉളവാകുന്ന ബന്ധുത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ പുരുഷൻ വഴിക്കും സ്ത്രീ വഴിക്കുമാണ് മനുഷ്യർ തമ്മിൽ ബന്ധുക്കളാവുന്നത്. ഒരേ ബീജത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ രണ്ട് വിഭാഗമായതും ഓരോ വിഭാഗത്തിലെ വ്യക്തികൾ പരസ്പരം വ്യത്യസ്തമായ ആകൃതിയിലും പ്രകൃതിയിലുമായതും അള്ളാഹുവിൻ്റെ മഹാശക്തിയുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതുതന്നെ. ഒരേ പിതാവിൽ നിന്നും ഒരേ മാതാവിൽ നിന്നുമായി ഉദ്ഭവിച്ചു തുടങ്ങിയ മനുഷ്യവംശം ക്രമേണ പെറ്റുപെരുകി കോടാനുകോടികളായിത്തീർന്നതും അതിൻ്റെ ദൃഷ്ടാന്തം തന്നെ.